ഹായ്. നിങ്ങൾക്കറിയോ, മിക്കവാറും ആളുകൾ പറയുന്ന ഒരു വാക്കാണ് സാധ്യമല്ല എന്നുള്ളത്. ഇമ്പോസിബിൾ. നമ്മുടെ കഴിവുകൾ എന്താണെന്നറിയാതെ, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ് എന്നറിയാതെ, അതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ പോലും തയ്യാറാവാതെ, എന്നെ കൊണ്ട് പറ്റില്ല, ഇത് അസാധ്യമാണ് എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും മാറ്റിവെക്കുന്നവരാണോ നിങ്ങൾ? ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് തന്നെ ധാരാളം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണോ? ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ ഇമ്പോസിബിൾ എന്ന് പറയുന്ന സംഭവം ഒരിക്കലും അത് ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല. അത് കള്ളമാണ്, പച്ച കള്ളമാണ്. നിങ്ങളോട് തന്നെ പറയുന്ന ഒരു കള്ളമാണ് അത്. നിങ്ങൾ പറയാറുണ്ടല്ലേ, ഞാൻ എപ്പോഴും ഫേസ്ബുക്കിൽ ഒരുപാട് സമയം യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ ഒരുപാട് സമയം യൂസ് ചെയ്യുന്നു, ഞാൻ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലേ. നിങ്ങൾ കുറ്റം പറയാറുണ്ട്. അപ്പോഴും ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ സിംപ്ലി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇൻസ്റ്റയിലും ഈ ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് സമയമുള്ളത് കൊണ്ട്, ശരിയല്ലേ? നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ആ സോഷ്യൽ മീഡിയയിലെ ടൈം നിങ്ങൾ കൊല്ലുന്നു, ശരിയല്ലേ? നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ആ സമയം സ്വയം ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ അങ്ങനെ ഒരു മാർഗം, നിങ്ങൾ അങ്ങനെ ഒരു വഴി നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം, ശരിയല്ലേ? എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യെസ് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിന്റെ, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ, നിങ്ങളുടെ മോഹങ്ങളുടെ പുറകിൽ പോയിട്ട് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് അത് നേടാൻ വേണ്ടിയിട്ട്, അത് നേടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നേടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കാണുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് മാറും. നിങ്ങൾക്കറിയോ, ഒരു 95% നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും സൈലന്റ്ലി നമ്മുടെ പതനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം എന്താണെന്നറിയോ, അവരൊന്നിനും ഒരു ആക്ഷനും എടുക്കാതെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ തോൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ചെറിയൊരു സന്തോഷവും എന്തോ ഒരു സമാധാനവും ഒക്കെ അവരുടെ മനസ്സിൽ അവർക്ക് കിട്ടും. ലൈഫില്, നമ്മുടെ ജീവിതത്തില് ഈ പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മുടെ പുരോഗതി എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അത് ദുർഘടമായിട്ടുള്ള ഒരു പാതയാണ്. പക്ഷേ അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരിക്കും. പക്ഷേ ഒരുപാട് ആൾക്കാരും ആ മനോഹരമായ സ്ഥലത്ത് അവർ എത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവര് ലക്ഷ്യം കാണുന്നതിന് മുന്നേ ഒന്നിറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാല്, ഒരു സ്ട്രഗിള് വന്നു കഴിഞ്ഞാല് അവരപ്പാടെ അവിടെ അങ്ങോട്ട് ഉപേക്ഷിക്കും. അവർക്ക് ചലഞ്ച് ഏറ്റെടുക്കാൻ അവർ തയ്യാറാവില്ല. അവർക്ക് ആ മനോഹരമായ ആ ലക്ഷ്യത്തിലേക്ക് എത്തി, ആ മനോഹരമായ സ്ഥലത്തേക്ക് എത്തി തിരിഞ്ഞു നോക്കിയെന്ന് ആത്മാഭിമാനത്തോടെ പറയാനായിട്ട് ഉള്ള ഒരു ധൈര്യം അവർക്കുണ്ടാവില്ല. നമുക്ക് എപ്പോഴും നമ്മൾ ഒരു ഡ്രീമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ അവിടേക്ക് എത്താനായിട്ട് എപ്പോഴും നമുക്ക് ചില ബ്രേക്കിംഗ് പോയിന്റ്സുകൾ ഉണ്ടാവും. ചിലർ അതിനെ മറികടന്ന് മുന്നോട്ട് പോകും, അവർക്ക് സക്സസിലേക്ക് എത്താൻ പറ്റും. ചിലര് ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ, ആ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ പാർട്ടിലേക്ക് എത്തുമ്പോൾ അവർ ഗിവ് അപ്പ് ചെയ്യും. രണ്ട് ചോയ്സേ നമുക്ക് അവിടെ ഉള്ളൂ. ഒന്നുകിൽ നമുക്ക് തോറ്റു പിന്മാറാം, ഇല്ല എന്നുണ്ടെങ്കിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാകാം. നിങ്ങൾ ആ സെക്കൻഡ് ചോയ്സ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രതിബന്ധങ്ങളും നിങ്ങളുടെ ആ മുന്നിൽ വരുന്ന സ്ട്രഗിൾസും എല്ലാം ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ തക്കവണ്ണം നിങ്ങൾ കരുത്താർജിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താണ് നമുക്ക് എപ്പോഴും വേണ്ടത്? ലൈഫിൽ ഒരു പർപ്പസ് വേണം, ഒരു ലൈഫിനൊരു അർത്ഥം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് നിങ്ങളെ പിടിച്ചു നിർത്തും. നിങ്ങളുടെ മുന്നോട്ടുള്ള പാതയിൽ നിങ്ങളെ നയിക്കാനായിട്ട് അത് മാത്രം മതി. ആ ഒരു കരുത്ത് തന്നെ ധാരാളം. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ്ലി നിങ്ങൾ മൂവ് ചെയ്യണം. ഇന്ന് ചെയ്തിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് കൺസിസ്റ്റന്റ്ലി നിങ്ങൾ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങളെ കൊണ്ട് മാത്രമേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങളാണ് ആക്ഷൻ എടുക്കാനുള്ളത്, അല്ലെ? എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങളാണ് ആക്ഷൻ എടുക്കാനുള്ളത്. ഈ ആക്ഷൻ എടുക്കുമ്പോഴും ആക്ഷൻ എടുക്കാതെ ഒരുപാട് എക്സ്ക്യൂസസ് പറഞ്ഞ് പിന്നോട്ടേക്ക് വലിയുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും അവർക്കൊരു വിജയത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഒരിക്കലുമില്ല. അവർക്ക് ആ വിജയത്തിലേക്ക് ഒന്ന് അടുക്കാനുള്ള
എന്താ പറയാനാ, ഒരു ട്രൈ പോലും അവർ ചെയ്തു എന്ന് വരില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ, നിങ്ങളുടെ സ്വപ്നങ്ങളെ സബലീകരിക്കാനായിട്ട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ വിചാരിക്കുക, എവറിത്തിങ് വാട്ട് വി വാണ്ട് ടു അച്ചീവ് ഈസ് പോസിബിൾ. നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പോസിബിൾ ആണ്, സാധ്യമാണ്. ആ ഒരു വിശ്വാസം ആദ്യം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്ര പെട്ടെന്ന് തീർന്നു എന്ന് വരില്ല, അത്ര പെട്ടെന്ന് അതിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. കീപ്പ് ഓൺ മൂവിങ്, നമ്മൾ അതിലേക്ക് എത്തുക തന്നെ ചെയ്യും. നമ്മൾ കൺസിസ്റ്റൻസിയോടുകൂടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക, നിങ്ങളുടെ ഓരോ ആക്ഷൻസിനെയും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ചില കാര്യങ്ങൾ നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയല്ല എന്ന് നമുക്ക് തോന്നും, അടുത്ത ഡയറക്ഷനിലേക്ക് നിൽക്കുന്നിടത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സക്സസ് ഉണ്ടാവുക? നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട്, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഇടയിലുള്ള ആ ഒരു കാര്യം എന്താണെന്നറിയോ? അതാണ് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ്. ചിന്തിച്ചു നോക്കിയേ, ഈ ആക്ഷൻസ് എങ്ങനെ എടുക്കണം, എനിക്ക് എത്ര ദൂരം വേണം എനിക്ക് അവിടേക്ക് എത്താനായിട്ട്, എത്ര നാളുകൊണ്ട് ഞാൻ എൻ്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്യണം, ഇത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ച് അതിനൊരു ആൻസർ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നതിന് മുന്നേ ഒരു ടാർഗറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് എത്ര നാൾ വേണം, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ടാർഗറ്റ് കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുക. ഈവൻ നിങ്ങൾ അങ്ങനെ ഒരു ടാർഗറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അമേസിംഗ്ലി അത് നിങ്ങൾക്ക് ആ ടൈം ലൈനിന് മുന്നേ തന്നെ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു ആക്ഷൻ ടേക്കറായിട്ട് നമ്മളത് ചെയ്ത് കാണിക്കുക തന്നെ വേണം. നമ്മൾ സമയം മാത്രം ഷെഡ്യൂൾ ചെയ്ത് വെച്ചത് കൊണ്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നില്ല, ആ സക്സസ് നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ചിലപ്പോൾ പറയും അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. എന്ത് പ്രിപ്പറേഷനാണ്? നിങ്ങൾ ഇറങ്ങിത്തിരിക്കേ, നിങ്ങൾ ഇറങ്ങി പുറപ്പെട്, അത് ചെയ്യേ, ആക്ഷനിലേക്ക് എത്ത്. പ്രിപ്പറേഷൻ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ചെയ്യാം, അല്ലാതെ എല്ലാം നമ്മൾ സോർട്ട് ചെയ്ത് എല്ലാം ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ട് അതിലേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് നാളെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് എത്താൻ പറ്റുക? അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഞാൻ അത് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്യുന്നു എന്ന് ആൾക്കാരോട് പറഞ്ഞു നടക്കുന്നതിലല്ല കാര്യം എന്ന് പറയുന്നത്, ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറുണ്ട് എങ്കിൽ ഐ ആം റെഡി എന്നുള്ള ഒരു മെസ്സേജ് ഒരു കമന്റ് ബോക്സിലേക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ടേക്കറായിട്ട് നിങ്ങൾ മാറുക. നമുക്ക് ഒരുപാട് സമയമൊന്നും നമ്മുടെ മുന്നിലില്ല. നമുക്ക് ഉള്ള സമയത്ത് ഇന്നാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്